ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ തൃശ്ശൂർ പൂങ്കുന്നത്തൊരു ഫംഗ്ഷന് വന്നതാണ്. അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്, സീതാരാമസ്വാമി ക്ഷേത്രം. ഇത് കല്യാൺ ഗ്രൂപ്പ്സിൻ്റെ കുടുംബക്ഷേത്രമാണ്. ഒട്ടനവധി പ്രത്യേകതകളുള്ള ഈ ക്ഷേത്രത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്കും കാണിച്ചു തരാം. തൃശ്ശൂർ നഗരത്തിനടുത്ത് പൂങ്കുന്നത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രം. മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമായ ശ്രീരാമൻ പത്നിയായ സീതയോടും അനുജൻ ലക്ഷ്മണനോടും ദാസനായ ഹനുമാനോടും ചേർന്നിരിക്കുന്ന ഭാവത്തിലാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. കൂടാതെ ക്ഷേത്രമതിലകത്തു തന്നെ കാവുതീയാട് ക്ഷേത്രം എന്ന പേരിൽ പ്രത്യേകമായ ഒരു ശിവക്ഷേത്രമുണ്ട്. കേരളത്തിൽ സ്വർണ്ണരഥമുള്ള ഏക ക്ഷേത്രം എന്ന നിലയിൽ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളോട് സമാനമായ രീതിയിലുള്ള പൂജകളും ആചാരങ്ങളും കൊണ്ട് വ്യത്യസ്തമായ ഈ ക്ഷേത്രത്തിലെ വസന്തോത്സവം, രാമനവമി ആഘോഷങ്ങൾ ശ്രദ്ധേയമാണ്. ക്ഷേത്രത്തിനു ചുറ്റും തമിഴ് ബ്രാഹ്മണരുടെ അഗ്രഹാരമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഹനുമാൻ പ്രതിമ ഈ ക്ഷേത്രത്തിൽ മുന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. 55 അടി ഉയരവുമുള്ള ഈ പ്രതിമ 2023 ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ ഗ്രൂപ്പുകളിലൊന്നായ കല്യാൺ ഗ്രൂപ്പിൻ്റെ കുടുംബക്ഷേത്രം കൂടിയാണിത്. ഗോപുരത്തിന് നേരെ മുന്നിലാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഹനുമാൻ പ്രതിമ കാണാൻ സാധിക്കുന്നത്. പീഠമടക്കം ഏകദേശം 55 അടി ഉയരം വരുന്ന ഈ ഹനുമാൻ പ്രതിമ ഇടതു കൈയിൽ ഗദ തലതിരിച്ചു പിടിച്ച് വലതു കൈകൊണ്ട് അനുഗ്രഹിക്കുന്ന വീരഹനുമാന്റെ രൂപത്തിലുള്ളതാണ്. ആന്ധ്രയിലെ അല്ലഗഡയിലാണ് പ്രതിമ നിർമ്മാണം നടന്നത്. 1 കോടിയിലധികം ചിലവ് വന്ന ഈ പ്രതിമ 40ലധികം ശില്പികൾ ചേർന്ന് 4 മാസം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. 2023 ഏപ്രിൽ 26 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പ്രതിമ ഉദ്ഘാടനം ചെയ്തത്. ക്ഷേത്രത്തിനു തൊട്ടു മുന്നിൽ വലിയ കുളമുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിലുള്ള ഏറ്റവും വലുതും മനോഹരവുമായ കുളങ്ങളിലൊന്നാണിത്. പ്രദേശത്തെ ആളുകൾ നീന്തൽ പഠിക്കുന്നതിനായി ഈ കുളം ഉപയോഗിച്ചു വരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ കാഴ്ചയും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു കാഴ്ചയുമായി നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു. ടാറ്റാ.